എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോഴും ടീച്ചേഴ്സ് ആണെങ്കിൽ ഓരോരുത്തരും കളക്ട് ചെയ്ത സാധനങ്ങൾ അതങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലർ കൗണ്ട് ചെയ്ത സാധനങ്ങൾ അത് പോയിന്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണെന്ന് ഇപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ളതിനെല്ലാം മാറ്റി നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തായിരിക്കും അവരിപ്പോ കൗണ്ടിങ് ആരംഭിക്കുക. അതേസമയം ഇവിടെ ഹീറോയും ലീയും അവർക്കാണെങ്കിൽ ഇപ്പോഴും ആ കൗണ്ടിങ് പോയിന്റിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവരിനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ ആലോചിക്കുകയാണ്. ആ ബീസ്റ്റ് ആണെങ്കിൽ വീണ്ടും ഇപ്പോൾ ഒരു പ്ലാന്റും കുറച്ച് വെള്ളമായിട്ട് അവിടേക്ക് വരും. ഹീറോ പറയും ഇനിയും ഈ ഒരു ഐഡിയ അത് വർക്കൗട്ട് ആവില്ല എന്ന് പറയും. അതിന് ലീ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള പോട്ട് ഹീറോയ്ക്ക് കൊടുക്കും. ഞൊടിയിടയിൽ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവന്റെ പ്ലാന്റ്, ലെജൻഡറി ലീഫ് പ്ലാന്റ്, അത് ആ പോട്ടിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം അവന്റെ റിങ്ങിലുള്ള മാജിക് അതൊരല്പം എനേബിൾ ചെയ്യും. അടുത്ത നിമിഷം ഒരുപാട് പവറൊക്കെ റിലീസായി അവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. പക്ഷേ അവരൊരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ബീസ്റ്റ് അവിടേക്ക് കടന്നു വരും. അത് അവർ രണ്ടുപേരെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ പോട്ടും ലെജൻഡറി ലീഫും അവിടുന്ന് ഇൻവിസിബിൾ ആക്കി എവിടേക്കോ കൊണ്ടുപോവാണ്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ചുറ്റും മുഴുവൻ അന്വേഷിക്കുകയാണ്. അവരുടെ മുൻപിൽ അധിക സമയം ബാക്കിയില്ല. ഇത്രയും വേഗം അവർ കളക്ട് ചെയ്തതുമായിട്ട് ആ പോയിന്റിൽ എത്തിയിട്ടില്ല എങ്കിൽ അവർക്ക് 0 പോയിന്റ്സ് ആയിരിക്കും ടീച്ചേഴ്സ് കൗണ്ട് ചെയ്യുക. അങ്ങനെ 6663 മിനിറ്റ് അല്ലെങ്കിൽ 4 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കുട്ടികളെല്ലാവരും അവർ കളക്ട് ചെയ്ത സാധനങ്ങൾ പോയിന്റ് ആക്കി മാറ്റി അത് കൗണ്ട് ചെയ്യുന്ന ആ സുലഭ നിമിഷത്തിലാണ് ഉള്ളത്. ഇവിടെ കുറുമയാണെങ്കിൽ ആസിനോട് ചോദിക്കും നമ്മുടെ ഹീറോ പയ്യൻ അവൻ ഇതുവരെ എവിടേക്ക് എത്തിയില്ലല്ലോ. ആസ് പറയും കുഴപ്പമൊന്നുമില്ല, അവരെത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരും. അതേസമയം ലീയും ഹീറോയും അവരൊരുപാട് കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ പോട്ടും ലെജൻഡറി ലീഫും തിരികെ പിടിക്കുകയാണ്. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരിപ്പോ ആ ഡെസ്റ്റിനേഷനിലേക്ക് കറക്റ്റായിട്ട് എത്തും. അവിടെയാണെങ്കിൽ ബാലം മാസ്റ്റർ ആള് അവരുടെ കയ്യിലെ ആ ലെജൻഡറി ലീഫ് കണ്ട് ഷോക്ക് ആവുകയാണ്. ഓ മൈ ഗോഡ്, ഇത്രയും വർഷത്തിനിടെ ഈ ഒരു ലെജൻഡറി ലീഫ് അത് ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്കത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ബാലം മാസ്റ്റർ ആണെങ്കിൽ അവരെ അഭിനന്ദിക്കും. അത് കേട്ട് ലീ ആണെങ്കിൽ ആ ലെജൻഡറി ലീഫൊക്കെ തലയിലെടുത്ത് വെച്ച് തുള്ളിച്ചാടും. ഇതിന് 1 lakh മുകളിലായിട്ട് വാല്യൂ ഉണ്ട്, സോ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേര് ഹാപ്പിയായി അവർ കളക്ട് ചെയ്ത ആ തിങ്സ് ടീച്ചറിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ആരപ്പെണ്ണാണെങ്കിൽ അവൾ കളക്ട് ചെയ്ത ഐറ്റംസും ടീച്ചറിന്റെ കയ്യിൽ കൊടുത്ത് ആ ടീമണുമായിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ടീച്ചർ ആണെങ്കിൽ ലെജൻഡറി ലീഫിന്റെയും പോട്ടിന്റെയും ഒക്കെ പോയിന്റ്സ് അതങ്ങനെ ഡിവൈഡ് ചെയ്ത് ലീക്കും ഹീറോയ്ക്കും കൊടുക്കുകയാണ്. 50,000 പോയിന്റ്സ് വെച്ച് അവർക്ക് രണ്ടുപേർക്കും ഇപ്പോ ടീച്ചർ കൊടുക്കും. ഹീറോയ്ക്ക് ലീക്കും ആണെങ്കിൽ അതൊരു വലിയ ഷോക്കാവും. കാരണം അവർക്ക് രണ്ടുപേർക്കും ഒരേ പോയിന്റ്സ് ആണ് കിട്ടിയത്. ഒരു ആരായിരിക്കും ജയിക്കുക എന്നറിയാതെ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു അസുലഭ നിമിഷം റിസൾട്ട് അനൗൺസ് ചെയ്യുക എന്ന ആ ഒരു ഫൈനൽ ഘട്ടത്തിലേക്കാണ് ഇപ്പൊ എല്ലാവരും കടന്നിരിക്കുന്നത്. റിസൾട്ട് കേൾക്കാൻ ആകാംക്ഷയോടുകൂടെ സ്റ്റുഡൻസ് എല്ലാവരും സ്റ്റേജിന് ചുറ്റും വരും. കുട്ടികളെ പോലെ തന്നെ ടീച്ചേഴ്സിനും അവിടെയുള്ള എല്ലാവർക്കും ആ റിസൾട്ട് അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട്. പോയിന്റ്സ് എല്ലാം തന്നെ കൗണ്ട് ചെയ്ത് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ബോർഡിലായിട്ട് കാണിക്കുകയാണ്. സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയും ആ ലീ പയ്യനുമാണ്. രണ്ടുപേർക്കും സെക്കൻഡ് പൊസിഷൻ ഇപ്പൊ വീതിച്ചു കൊടുക്കും. ഫസ്റ്റ് പൊസിഷൻ അത് കിട്ടിയത് മറ്റാർക്കും അല്ല, ആ കണ്ണാടി പയ്യൻ. അവൻ എല്ലാവരെയും പറ്റിച്ചും തോൽപ്പിച്ചും ഒരുപാട് പോയിന്റ്സ് കളക്ട് ചെയ്തിരിക്കുകയാണ്. 58,000 പോയിന്റ്സ്. അത്രയും പോയിന്റ്സ് കളക്ട് ചെയ്ത് അവനിപ്പോ ഫസ്റ്റ് എത്തി. അവൻ ഒരുപാട് സന്തോഷത്തില് അങ്ങനെ തുള്ളിച്ചാടും. കണ്ണാടി പയ്യനാണെങ്കിൽ ഇപ്പൊ വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. അവൻ കൈയൊക്കെ വീശി കാണിച്ച് അങ്ങനെ സ്റ്റൈലിൽ നിൽക്കും. അവൻ ആക്ച്വലി വിന്നർ ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ആർക്കും ആ ഒരു വിധി അത് ആക്സെപ്റ്റ് പോലും ചെയ്യാൻ കഴിയില്ല. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. എല്ലാം കഴിഞ്ഞു, 4 ദിവസത്തെ നമ്മുടെ കഷ്ടപ്പാട് അത് ആയിരിക്കാണ്. നമ്മൾ ഏതെല്ലാം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് ആ ലെജൻഡറി ലീഫ് കണ്ടെത്തിയത്. അതിനിടയിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി, ഏതൊക്കെയോ ബീസ്റ്റുകൾ നമ്മൾ അറ്റാക്ക് ചെയ്തു, നമുക്ക് പരിക്ക് പറ്റി. എല്ലാ പ്രതിസന്ധികളിലും നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയാണ് ഇവിടെ വരെ എത്തിയത്. ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ആ ലെജൻഡറി ലീഫ് അത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടും നമുക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ആക്ച്വലി എൻ്റെ മാസ്റ്ററിന് മുൻപിൽ ചെറുതായി പോയിരിക്കുകയാണ്. മാസ്റ്ററിന് എന്നിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ജയിക്കുമെന്നാണ് എൻ്റെ മാസ്റ്റർ കരുതിയത്. ഇതൊരു മാസ്റ്റർ എനിക്ക് തന്ന ട്രെയിനിങ് അതെല്ലാം വെറുതെ ആയെന്ന് പറഞ്ഞ് ഹീറോ ആകെ വിഷമിച്ച് തല താഴ്ത്തി നിൽക്കും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ഒരു മാസ്റ്റർ അവിടേക്ക് വരും. ആള് പറയും ആക്ച്വലി ലെജൻഡറി ലീഫിന്റെയും ആ പോട്ടിന്റെയും ഒരുമിച്ചുള്ള പോയിന്റ്സ് യഥാർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു 10,000 പോയിന്റ് കൂടെ ഹീറോ ഇറുമായിക്കും അതുപോലെ തന്നെ
ലീക്കും കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. അത് കേട്ട് ആ കണ്ണാടി പയ്യൻ ഷോക്കാവും. ബാക്കിയുള്ള സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഇപ്പൊ ആരവം മുഴക്കുകയാണ്. എല്ലാവരും ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് അതിപ്പോഴാണ് എല്ലാവർക്കും കേൾക്കാനും അറിയാനും സാധിച്ചത്. കണ്ണാടി പയ്യനാണെങ്കിൽ ആകെ മൊത്തം തകർന്നിരിക്കുകയാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്റെ ഇത്രയും നേരത്തെ കള്ളത്തരവും ശ്രമവും എല്ലാം തന്നെ ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് തകർന്നു വീണു. അവനവന്റെ തെറ്റ് ഇപ്പൊ റിയലൈസ് ചെയ്യും. സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. ഐ എം സോറി, ഐ എം റിയലി സോറി. ആക്ച്വലി ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ഫലമാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. എന്നോടും ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. ഞാൻ കാരണമാണ് പലരും മത്സരത്തിൽ നിന്ന് പോലും ബാക്കൗട്ട് ചെയ്തത്. അതുപോലെ തന്നെ പലരുടെയും പോയിന്റ്സ് അത് ഞാൻ അവരറിയാതെ അടിച്ചു മാറ്റി. അവരെ ട്രോമയിലേക്ക് ഇട്ടും അവരെ വിഷമിപ്പിച്ചും ഞാൻ അതിൽ ആനന്ദം കണ്ടെത്തി. അങ്ങനെ ഞാൻ ജയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇതിലെനിക്ക് ആരോടും ദുഃഖമോ ദേഷ്യമോ ഒന്നുമില്ല. എനിക്ക് ദേഷ്യമുള്ളത് എന്നോട് മാത്രമാണ്. ചെയ്ത പ്രവൃത്തിയുടെ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലമാണ് എനിക്ക് തിരികെ കിട്ടിയത്. നീ എന്നോട് ക്ഷമിക്കണം. അതിന് ഹീറോ ആണെങ്കിൽ എന്റെ തോളിലൊക്കെ തട്ടി അവനെ സമാധാനിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജയിക്കാനായിട്ട് നീ ഒരല്പം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചു. അല്ലാതെ നിന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല. ഇത് നിന്റെ ലൈഫിൽ നല്ലൊരു ഗുണപാഠമായിട്ട് എടുക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല. നിനക്ക് കഴിവുണ്ട്, പവറുണ്ട്. നിന്റെ കഴിവും പവർ ഉപയോഗിച്ച് വേണം നീ പലതും അച്ചീവ് ചെയ്യാൻ, ജയിക്കാൻ. അവനോട് പറയും, എന്തൊക്കെയാണെങ്കിലും നിന്റെ ഇല്യൂഷൻ പവർ അത് അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാവരും അതിൽ പെട്ടുപോയിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഉടനെ ആവരിയാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ഹീറോ ആണെങ്കിൽ അവൻ കളക്ട് ചെയ്ത ആ ലെജൻഡറി ലീഫ് അത് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ലെജൻഡറി ലീഫ് അത് കാണേണ്ട താമസം അവൾ വീണ്ടും ആ കോമിക് ബുക്കിലുള്ള കഥാപാത്രങ്ങളെ ആലോചിക്കും. അവൾ പ്രണയപരവശയായി ഹീറോയെ തന്നെ നോക്കി അവന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ്. മാത്രമല്ല അവർക്ക് ആ ഗുഹയിൽ നിന്ന് കിട്ടിയ ഡീമൻ അതാണെങ്കിൽ ഇപ്പൊ അവരുടെ കൂടെ ചേരുകയാണ്. അതിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ആൾക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അടുത്ത നിമിഷം ആ ലെജൻഡറി ലീഫ് അത് ഫിക്സ് ചെയ്തിരിക്കുന്ന പോട്ട് അത് നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങും. അത് സംസാരിക്കുന്നത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഷോക്കാവുകയാണ്. പോട്ടാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് പേര് എന്നെയും ഈ ലെജൻഡറി ലീഫിനെയും കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ എല്ലാവരും ഓരോ ഘട്ടങ്ങളിലായിട്ട് തോറ്റു പോവുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് മാത്രം ഞങ്ങളെ കണ്ടെത്താനായി. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ലൈഫുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ഡീമൺ കിങ് ഉണ്ടാവാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അതിപ്പോ മുകളിലേക്ക് പോയി പൊട്ടി അങ്ങോട്ട് തെറിച്ച് പിങ്ക് കളറിൽ പൊട്ടി വിരിയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.